ഒരു അയ്യോ എൻ്റെ അമ്മ വണ്ടി സ്റ്റാർട്ടാവുന്നില്ലല്ലോ, ഇതെന്താ പുല്ല്. പാപ്പി അംബാസിഡർ കൊടുത്താലാ? ആലിമേ അംബാസിഡർ കൊടുത്താലാ? കൊടുക്കാല്ല. ഇനി ഇവനെ ഒന്ന് ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. വേറെ ആരുടെയും കാര്യമല്ല പറയുന്ന, നമ്മുടെ സ്വന്തം അമ്പിക്കുട്ടൻ്റെ കാര്യമാണ് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്പിക്കുട്ടനെ എടുത്തിട്ട് കുറേ ദിവസമായി. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഒരു ഹായ് പറഞ്ഞോളൂ. ഹായ്. അപ്പോൾ ഞാൻ ഇന്ന് വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ ഞാൻ അൻഷാദ് നാസർ, നമ്മുടെ കൊല്ലത്ത് നമ്മുടെ വീട്ടിൽ തന്നെയാണ്. അപ്പം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് ഏകദേശം 2 മാസമാകുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ നോമ്പിന് ഒരു 10-20 ദിവസം മുമ്പേ വണ്ടി നമ്മുടെ വീട്ടിൻ്റെ അകത്ത് ഷെഡിൽ കയറ്റിയിട്ടാണ്. അപ്പോൾ വണ്ടിക്ക് കാര്യമായിട്ട് വീട്ടിൻ്റെ അകത്ത് കയറ്റിയിട്ടത് കൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള പൊടിയും കാര്യങ്ങളും എല്ലാം തന്നെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ കൊച്ചു സാറ് താക്കോലും വാങ്ങിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നീ സ്റ്റാർട്ട് ചെയ്യണ്ടല്ല, ഹീറ്റ് ചെയ്യണം. കുറേ ഹീറ്റ് ചെയ്തിട്ടേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് ചോദ്യങ്ങളും അതേപോലെ തന്നെ ഡെയിലി എനിക്ക് ഒരുപാട് കോളുകളുമൊക്കെ വരുന്നുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് അത് നമുക്ക് വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഏകദേശം ഒരു 2 മാസത്തിനടുപ്പിച്ചായ നമ്മുടെ വണ്ടി ഇനി സ്റ്റാർട്ടാവോ ഇല്ലയോ എന്ന് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഡീസൽ വണ്ടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാതെ ഇടുന്നത് ഇല്ല ഇനി ഹീറ്റൊക്കെ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇങ്ങോട്ട് അതൊക്കെ തുറക്കുന്നത് എന്തിനാ? വേണ്ടേ രണ്ടവന്മാരിതാ വളരെയധികം സന്തോഷമുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ മോനിപ്പോൾ അതാ ജേഴ്സിയൊക്കെ കണ്ടില്ലേ, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സ് യങ് ഹുഡ്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പോർട്സ് അക്കാഡമിയിൽ ഇപ്പോൾ ഇവിടെ കൊല്ലത്ത് മോൻ പോകണുണ്ട്. എടാ നീ എൻ്റെ ഇടയിൽ കയറിയിരുന്നു, അതാ നോക്കുക കണ്ട ഈ ചെറുക്കൻ്റെ കാര്യം. അവന്മാർ 2 ഫ്രണ്ട്സ് ഉണ്ട്. പറഞ്ഞു എന്തോടെ പേര് നിൻ്റെയൊക്കെ? കബാദ് ഹുസൈൻ. നീ പറഞ്ഞ? ഓ ഫൈറൂസ് ബിൻ ഹുസൈൻ ആൻഡ് കബാബ് ഹുസൈൻ. ഇവരെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. നിങ്ങൾ കയറിക്കോ, അകത്ത് ബാക്കി കയറിക്കോ. എവിടെയും പോകണമെന്നില്ല, ചുമ്മാ വണ്ടി സ്റ്റാർട്ട് ചെയ്യാന് കയറിക്കോ എന്തായാലും. അപ്പോൾ 2 മാസം കഴിഞ്ഞ്, അപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി ഒന്ന് കോൾഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ വണ്ടി ഒന്ന് ഹീറ്റ് ആവട്ടെ. എന്തായാലും ബാറ്ററിയൊക്കെ കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡീസൽ വണ്ടികൾ ഓടാതെ കിടക്കുന്ന വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നില്ലടേ ഞാൻ ഇവിടെ ഒരു കാര്യം പറയുന്ന കേട്ടില്ലേ, ആൾക്കാരുടെ സംസാരിക്കുന്ന കേട്ടില്ലേ, സബൂർ കരോ യാർ. അപ്പം വണ്ടി ഒരുപാട് സ്റ്റാർട്ട് ചെയ്യാതെ ഇടുന്നത്. അപ്പം നമ്മുടെ പുതിയ സീരീസ് ഓഫ് വീഡിയോസും കാര്യങ്ങളും എല്ലാം തുടങ്ങുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ വണ്ടിയായിട്ട് നമ്മൾ കുറച്ച് യാത്രകളും കാര്യങ്ങളും പോണതിന് മുമ്പായിട്ട് നമ്മുടെ വണ്ടിയുടെ ടെസ്റ്റും കാര്യങ്ങളും എല്ലാം അടുത്ത് ഇനി ഏകദേശം ഇപ്പം മെയ് അല്ല, ജൂൺ ജൂലൈ ഏകദേശം 1 മാസത്തിനടുപ്പിച്ചേ ഉള്ളൂ നമുക്ക് ടൈം. അപ്പം നമ്മുടെ വണ്ടി ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ കയറ്റുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ പല സംശയങ്ങളായിട്ട് നമ്മളെ വിളിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു മറുപടിയും കൂടിയാണ് വീഡിയോ. വണ്ടി ഇങ്ങനെ ഹീറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇത്രയും മാസം എടുക്കാതെ ഇട്ടത് കൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒന്നുകൂടെ ഹീറ്റ് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യണ്ട ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്യുന്ന ഒരു 3-4 വട്ടം, ഒരു 4-5 വട്ടം ഹീറ്റ് ചെയ്തതിന് ശേഷം തന്നെയാണ് നമുക്ക് ഈ പറയുന്നത് പോലെ വണ്ടി പെട്ടെന്ന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വണ്ടി അങ്ങ് സ്റ്റാർട്ടാവും. അപ്പോൾ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇപ്പം ലേലം ഒന്നുമില്ലേ ഇപ്പോൾ യൂസ്ഡ് കാറിൻ്റെ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ലേലോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പിന്നെ യൂസ്ഡ് കാറിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന റിക്വസ്റ്റ് പ്രകാരം ഇപ്പോൾ അങ്ങനെ യൂസ്ഡ് കാർ വീഡിയോസും നമ്മളങ്ങനെ ചെയ്യാറില്ല. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് യൂസ്ഡ് കാർ വീഡിയോസ് ചെയ്യാറില്ല. 1-2 നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ നമ്മൾ ചെയ്തിരുന്നു. ഇപ്പോൾ അവരുടെ ഇതൊന്നും നമ്മൾ പിന്നെ പുതിയ സ്റ്റോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുതിയ വീഡിയോസൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് വരാത്ത. ലേലോ ഇപ്പം തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിരിക്കുക. ലേലവും കാര്യങ്ങളോ ഒന്നും ഇപ്പം നടക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അടുത്ത ലേലം എന്നാണ്. അതൊന്നും എടുത്ത് ഓടിച്ച് കൈത്തല്ല. പിന്നെ കുഴപ്പമില്ല, അംബാസിഡറാണ്. അങ്ങനെ നമ്മുടെ ഹീറ്റിംഗ് ഇങ്ങനെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. ഒരു 5, 6, 7, 8 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം വണ്ടിക്കകത്ത് നല്ലൊരു ഹീറ്റാവും. നമ്മുടെ വണ്ടിക്കകത്ത് ഈ പറയുന്നത് പോലെ അത്ര വലിയ നമ്മുടെ വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷമുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ തന്നെ ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കുന്നത് നമ്മുടെ അമ്പിയെക്കുറിച്ചാണ്. അമ്പി എന്തായി, അമ്പി നമുക്ക് പണിയണ്ടേ, അങ്ങനെ ഒരുപാട് പേർക്ക് ഈ വണ്ടി എടുത്തൊരു സ്നേഹമുണ്ട്. അപ്പം ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് നമ്മുടെ ഈ വണ്ടി, അതായത് നമ്മുടെ വണ്ടി ഇപ്പോൾ 2007 മോഡൽ വണ്ടിയാണ്. ഈ 2007
2007 മോഡൽ വണ്ടി ഇപ്പോഴും നമുക്ക് ഇനി എല്ലാവരും പറയുന്ന ഇനിയിപ്പം പൊളിച്ചു വിൽക്കാൻ കൊടുക്കാമെന്നും പറഞ്ഞ് എന്നെ കുറേ നമ്മുടെ സുഹൃത്തുക്കൾ കമൻറ്റിൽ എല്ലാം കളിയാക്കാറുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ഈ 15 കൊല്ലം പഴക്കമുള്ള വണ്ടി, 15 കൊല്ലം ആവാറായി. അപ്പോൾ പുതിയ ടെസ്റ്റിനും കാര്യത്തിനൊക്കെ സമയം തുടങ്ങി. അപ്പോൾ ഈ വണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതും ഇത്രയും പഴയ വണ്ടികൾ ടെസ്റ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് ആ ഒരു പുതിയ ടെസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഉപയോഗിക്കുന്ന രീതിയിൽ എങ്ങനെയൊക്കെയാണെന്നുള്ള ഒരുപാട് ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഹീറ്റിങ് ഇതാണ്ട് ഇവിടെ തകൃതിയായിട്ട് ഞാൻ നടക്കുകയാണ്. നിങ്ങളുടെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടി ഹീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയും ഹീറ്റിംഗ് ഒരു 2, 3, 4 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഹീറ്റിങ്ങോ കാര്യങ്ങൾക്കോ ഒന്നും കുഴപ്പമില്ല എന്ന്. നമ്മൾ ഞാൻ ഒരു 8, 9, 10 പ്രാവശ്യമൊക്കെ എൻ്റെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു തൃപ്തിക്ക് വേണ്ടി ചെയ്യാറുണ്ട്. അങ്ങനെ അത്രയും കൂടുതൽ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഈ പറയുന്നത് പോലെ ഈ ഒരു പിന്നെ വണ്ടി സ്മൂത്തായിട്ട് എൻജിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വണ്ടി സ്റ്റാർട്ടും ആവുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം പിന്നെ ഈ 2 മാസത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യം എന്താണ്ടാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇപ്പോൾ ഒരു 5-6 പ്രാവശ്യമായി. ഒന്ന് അടിച്ചെടുത്ത് നോക്കാം. നമുക്ക് എന്തൊക്കെയാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓ ഇല്ല നിനക്ക് പറ്റത്തില്ല പൊന്നോന് പറ്റത്തില്ല. ചുമ്മാ കയറി ഇരുന്നിട്ട് കണ്ടോ നമ്മളെ വണ്ടി ഇതാ. അതിൽ ആക്സിഡൻ്റ് ഒന്നും കൊടുക്കരുത്. നമ്മുടെ വണ്ടി 2 മാസമായിട്ട് സ്റ്റാർട്ട് ചെയ്യല്ല, അതായിട്ടും സെക്കൻഡിൽ തന്നെ സ്റ്റാർട്ടായി. നമ്മുടെ വണ്ടിയുടെ എൻജിനൊക്കെ ആ ഒരു പെർഫെക്റ്റ് കണ്ടീഷനിൽ തന്നെയാണ് നമ്മുടെ വണ്ടിയുടെ എൻജിനും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഗേറ്റ് അങ്ങ് നേരെ തുറന്നു വെച്ചേ. നീയൊക്കെ അതിനകത്ത് കയറിയിരിക്കുന്ന ചൂടെടുക്കുന്നില്ലേടാ? വേണ്ട, ഇവിടെ ഒരുത്തം കയറിയിരിക്കുന്നുണ്ടോ? ഭയങ്കര ചൂടാ. എന്നാ വെളി ഇറങ്ങിന്നോ? വെണ്ണുണ്ട്, ഗ്ലാസ് തുറക്കണ്ടോ? തുറണ്ട. അതൊക്കെ ആൻറ്റിക് പീസുകളാണ്. ഗ്ലാസ്സേ നിങ്ങൾക്ക് തുറക്കാൻ പറ്റുന്ന ഗ്ലാസ് അല്ല, വേറെ ഒന്നുമില്ല. ഇവന്മാർ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പിടിച്ച് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡോറിൻ്റെ സ്പ്രിങ്ങും കാര്യങ്ങളും എല്ലാം പോവും. കുറേ നാളായി നമ്മൾ വീഡിയോയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എൻജിൻ ബേക്ക് തുറന്നിട്ട് നമ്മുടെ പിന്നെ റേഡിയേറ്ററിൽ വെള്ളത്തിൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതാണ്ട് ഫുള്ള് പൊടി അഴുക്കും പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി സർവീസ് ചെയ്തിട്ടാണ് നമ്മുടെ വണ്ടിയായിട്ട് നമ്മൾ പല കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുറേയേറെ സുഹൃത്തുക്കൾ അപ്പോൾ റേഡിയേറ്ററിൽ വെള്ളം കുറവല്ല. കുരുട്ടെ ആലിമേ, ഒരു കപ്പ് വെള്ളം എടുത്തുണ്ടോ? ഇങ്ങോട്ട് ഇറങ്ങി വാ. ഗിയറിലെല്ലാം തട്ടി വണ്ടി ഫ്രണ്ടിലോട്ട് പോകും. ഇങ്ങോട്ട് ഇറങ്ങി പോയി ഒരു കപ്പ് വെള്ളം എടുത്തുണ്ടോ? എടുത്തോണ്ടോ? നമ്മളെ വണ്ടിക്ക് ഒഴിച്ചു കൊടുക്കാൻ ദാഹിക്കുന്നൊന്ന് വണ്ടിക്ക്. അപ്പോൾ റേഡിയേറ്ററിൽ കുറച്ച് വെള്ളം കുറവാണ്. ബാക്കി ഓയിലും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതിനിടയ്ക്ക് വെച്ച് മാറ്റിയതാണ്. അതുകൊണ്ട് അതിനകത്തൊരു വിഷയമൊന്നും വരത്തില്ല. അതേകാലം ഇത്രയും ദിവസം സ്റ്റാർട്ട് ചെയ്യാതെ ഇട്ടിട്ടും വണ്ടി ആ 2ാമത്തെ അടിക്ക്, അത് ഫസ്റ്റ് അടി ഞാൻ കറക്റ്റായിട്ട് കൊടുത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കറക്റ്റായിട്ട് തന്നെ ആ ഒരു സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കിട്ടിയേനെ. അതേപോലെ തന്നെ നമ്മുടെ ഈ റേഡിയേറ്ററിൽ ഇപ്പം ഈ വെള്ളം കുറവായിട്ട് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളമുണ്ട്. ജസ്റ്റ് ഒരു ഗ്ലാസ് ഒഴിക്കുമ്പോൾ തന്നെ അതങ്ങ് നിറയുന്നുണ്ട്. കൊണ്ടുവാ അവിടെ നിന്ന് കയറി പിടിക്കരുത്. കുടിക്കാനല്ല, ഇതിനകത്ത് ഒഴിക്കാൻ ഒരു ഗ്ലാസ്സുമായിട്ട് വന്നിരിക്കുന്നത്. ഇത് മതി, അപ്പോഴേ നിറയും. ഓക്കെ, ബാക്കി കുടിക്കാം. റേഡിയേറ്റർ വെള്ളം കുറവൊന്നുമില്ല. എപ്പോഴും ഈ ഒരു ലെവലിൽ ഇങ്ങനെ മേളിൽ നിൽക്കാതെ ഒരു ലെവലിൽ നിൽക്കുന്നേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് റേഡിയേറ്ററിൽ വെള്ളം കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി ഈ പറയുന്നത് പോലെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓഫ് ചെയ്യാം. വണ്ടിയുടെ എൻജിനൊക്കെ പെർഫെക്റ്റ് കണ്ടീഷനാണ്. അപ്പോൾ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഈ വണ്ടി എത്ര രൂപയ്ക്കാണ് ഈ വണ്ടി എടുത്തതെന്ന്.
അപ്പോൾ നമ്മൾ ഈ വണ്ടിക്ക് നമുക്ക് ചിലവായ തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വിലയായിട്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് നേരിട്ട് നമ്മുടെ നിഖിൽ ചേട്ടനുണ്ടല്ലോ, പുള്ളി നമ്മുടെ ഒരു ഐശ്വര്യമായിട്ട് നമ്മളെ ഈ വണ്ടി ഒരുപാട് പേര് സ്നേഹിക്കുന്ന വണ്ടി എന്ന പുള്ളി ആ സമയത്തൊക്കെ ഞാൻ വണ്ടിയുടെ നെഗറ്റീവ് തമ്മിലൊക്കെ വെച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അത് പുള്ളിക്ക് വിഷമാവാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നമ്മുടെ വണ്ടി പെർഫെക്റ്റ് കണ്ടീഷനാണ്. എഞ്ചിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പക്കയാണ്, പുള്ളി നല്ല വൃത്തിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നിഖിൽ ചേട്ടൻ. ഈ വണ്ടിയുടെ ഈ പറയുന്നത് പോലെ നമുക്ക് എൻജിൻ സൈഡോ വേറെ ഒന്നും ഒരു പ്രശ്നമില്ല. നമുക്കിനി വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി ടെസ്റ്റിന് കയറ്റുക. അപ്പോൾ ടെസ്റ്റിന് കയറ്റുന്നതിന് മുമ്പേ കളർ ചേഞ്ചിങ്ങിൻ്റെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്. വണ്ടി എന്തൊക്കെയായാലും പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഭയങ്കര വലിയ, അതായത് ഇപ്പോഴുള്ള വലിയ മോസ്റ്റ് മോഡേൺ വണ്ടികളിൽ പോലും ഇല്ലാത്തതിനനുസരിച്ചാണ് ബോണറ്റ് നമുക്ക് ഇതാകണ്ടോ. ബോണറ്റിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ലോക്കാവും. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊന്തിക്കുക, ഇങ്ങോട്ട് താപ്പോട്ട് ലിവറാക്കി കഴിഞ്ഞാൽ നമുക്ക് അടയ്ക്കാം. ഇത്രയും വലിയ സ്പീഡിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. അപ്പം നമ്മുടെ വീഡിയോസ് നമ്മുടെ കൊല്ലത്ത് തന്നെ ചുരുങ്ങി പോകുന്നത് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങളെല്ലാവരും കാണിച്ചിട്ടുണ്ടോ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് നമ്മുടെ കൊല്ലത്ത് മാത്രമായിട്ടൊക്കെ ചുരുങ്ങി പോകണമെന്ന്. അങ്ങനെയല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ഒരുപാട് സപ്പോർട്ട് വടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി വടക്കോട്ട് ഓരോ സ്ഥാപനങ്ങളുടെയൊക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും നല്ല നല്ല ബിസിനസ് സ്ഥാപനങ്ങളും വണ്ടിയായിട്ട് ബന്ധപ്പെട്ട് നല്ല നല്ല വീഡിയോസ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ വിളിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴിക്കോട് മലപ്പുറം ഭാഗത്തു നിന്നുള്ള, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ അങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ വടക്കോട്ട്, അപ്പോൾ അവിടെയൊക്കെയുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാൻ, നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാം. ഉടനെ തന്നെ കോഴിക്കോടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വണ്ടിയുടെ വീഡിയോസും അതേപോലെ തന്നെ കുറച്ച് നല്ല ബിസിനസ് സ്ഥാപനങ്ങൾ നമ്മളെപ്പോഴും പിന്നെ ഈ പറയുന്നത് പോലെ ഒരുപാട് പ്രൊമോഷൻസ് എനിക്ക് നമ്മുടെ ഇപ്പോൾ ഈ ഒരു മാങ്ങ വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് മാങ്ങ വീഴുമെന്ന്. നമ്മുടെ ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് കോൾസും എൻക്വയറീസും ഒക്കെ വരാറുണ്ട്. ആ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുമെന്നൊക്കെ ചോദിച്ചു. ചിലതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, ചിലത് ചിലപ്പോൾ ക്വാളിറ്റി വൈസോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സർവീസോ ഒക്കെ ഗൂഗിളിൽ എടുത്ത് നോക്കുമ്പോൾ വളരെ മോശം സർവീസും കാര്യങ്ങളും കാണിക്കുന്ന സ്ഥാപനങ്ങളുടെ പ്രൊമോഷൻസ് നമ്മൾ ഒഴിവാക്കാറുണ്ട്. അപ്പോൾ നല്ല നല്ല അങ്ങോട്ട് വടക്കോട്ട് നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ നമ്മളെ വണ്ടിയായിട്ടുള്ള യാത്ര ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നാളെ മുതൽ നമ്മുടെ വണ്ടി പോയതിന് ശേഷം നമ്മുടെ ഇനി ടെസ്റ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഈ ഒരു കളറ് വൈറ്റ് കളർ തന്നെ പുതിയ പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും അടിക്കേണ്ട യാതൊരു കാര്യമില്ല. ജസ്റ്റ് ഒരു ടച്ച് ചെയ്യാനൊക്കെ ഉള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമുണ്ട്. അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ കളറിൽ തന്നെ ഫിറ്റ്നസ് കിട്ടും. പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, വണ്ടി ഒന്ന് കഴുകി കുളിപ്പിച്ച് ഒന്ന് വൃത്തിയാക്കി അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുന്ന ആ പെയിൻ്റൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റിന് ഓക്കെ ആയി. വേറെ പ്രത്യേകിച്ച് വണ്ടിക്ക് പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ വണ്ടി എൻജിൻ പോലും കൂളായിട്ടില്ല. എങ്കിൽ തന്നെ ഞാൻ ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഉണ്ടോ ഉണ്ടോ ജസ്റ്റ് ആ ഒരു ഒറ്റ അടിക്ക് തന്നെ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോഴേ എല്ലാം ഓടിച്ചാടി കയറി. പാപ്പി അംബാസിഡർ കൊടുത്താലോ? ആലിമേ അംബാസിഡർ കൊടുത്താലോ? കൊടുക്കാലോ? അയ്യോ മൈക്കൊക്കെ ഉമാർക്ക് ഭയങ്കര വിഷമമാണ് ഈ വണ്ടി ഞാൻ കൊടുക്കുന്നത്. ഇതിനേക്കാളും കൂടിയ വണ്ടിയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പണ്ട് എന്നെ അനക്കിയിട്ടുള്ള നീ എൻ്റെ അടുത്ത് എന്തോ പറഞ്ഞ എടാ ആലിമേ, നീ എൻ്റെ അടുത്ത് പണ്ട് പറഞ്ഞിട്ടുള്ള എന്തോന്നറിയാവോ? എന്തോ പറഞ്ഞിട്ടുള്ള ഈ വണ്ടിയൊക്കെ എന്തിനുള്ള കൊള്ളത്തില്ല എന്നിട്ട് ഇപ്പം കൊള്ളാമെന്ന്. അമ്മമാർ കളിയുടെ ഇടയിൽ നിന്നപ്പോഴും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി എൻ്റെ മക്കൾക്ക് അതേപോലെ വണ്ടി കൊള്ളാവോ? യുണീക്കായിട്ടുള്ള കാറാണ്, അതായിരിക്കും ഉദ്ദേശിച്ചത്. വണ്ടിയൊക്കെ സ്റ്റാർട്ടായി, വണ്ടിയൊന്നും എഞ്ചിനൊന്നും യാതൊരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്നത് പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻറ്റുകൾ നമ്മുടെ ചാനലിൽ കൊണ്ടുവരാൻ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. പിന്നെ ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ അടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ട് ലേലമൊന്നും ഇപ്പോൾ ഇല്ല ബ്രോ, ലേലമൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് നാളായി, ഇപ്പോൾ എവിടെയും ലേലം നടക്കുന്നില്ല. ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ലേലമോ അതുമായിട്ട് കാറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ യൂസ്ഡ് കാർ വീഡിയോസ് ചെയ്യാത്തതെന്ന് പറയുന്നത് നമ്മൾ യൂസ്ഡ് കാർ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമാണ്. അപ്പം നമ്മൾ ഒരുപാട് മോനെ ബഹളം വെക്കല്ലേ,
മരണം ബഹളം. അതായത് ഞാൻ ഒരുപാട് വീഡിയോസ് പിന്നെ അധികം അങ്ങോട്ട് യൂസ് ചെയ്യാറ്. നമ്മുടെ ഇപ്പോൾ എൻ്റെ മൂക്കിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10, 50, 60 ഷോപ്പുകൾ എൻ്റെ ഈ ഒരു 4-5 കിലോമീറ്റർ ലൊക്കാലിറ്റിയിൽ ഒരു 60ഓളം യൂസ്ഡ് കാർ ഷോപ്പുകളുണ്ട്. നമ്മൾ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഇവരെ ആരെയും നമുക്ക് നേരിട്ട് പരിചയം, അവരാരും മോശക്കാരെന്നല്ല ഞാൻ പറയുന്ന, ഇവരാരെയും നമുക്ക് നേരിട്ട് പരിചയമില്ല. നമ്മളായിട്ട് അങ്ങോട്ട് ചെന്ന് അപ്രോച്ച് ചെയ്ത് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഒന്നാമത് ഓരോന്നും കമ്മിറ്റ്മെൻറ്റാണ്. അത് വണ്ടിയുടെ കാര്യമൊക്കെ ആണെങ്കിൽ പല പ്രശ്നങ്ങൾ. ഞാൻ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ ഒരു കരുനാഗപ്പള്ളി ഓച്ചിറയുള്ള ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ ഭയങ്കര വലിയൊരു വിഷയവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവർ പലരിടത്തുനിന്നും അഡ്വാൻസും കാര്യങ്ങളും വാങ്ങിയിട്ട് വണ്ടി കൊടുക്കാത്തൊരവസ്ഥ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പരിചയമില്ലാത്ത സ്ഥലത്ത് നമ്മൾ ചെയ്യത്തില്ല. ഇപ്പോൾ ലേലം തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ നമുക്ക് പരിചയമുള്ള അതിൻ്റെ മാനേജർ നമ്മുടെ ഫ്രണ്ടായിരുന്നു. ഇപ്പോൾ പുള്ളിക്കാരൻ അവിടെ നിന്ന് മാറി. അപ്പോൾ നമുക്ക് അവിടെ ഒരു വോയിസ് ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ലേലം വീഡിയോസ് ഒന്നും വേറെ നമ്മളൊന്നും കൂടുതൽ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊന്നും നമ്മൾ ചെയ്യാത്തത്. ഉടനെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വണ്ടി വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ നാളെ മുതൽ നമ്മുടെ അമ്പി സീരീസ് തുടങ്ങിയാണ്. അമ്പി വെച്ചിട്ട് നമ്മൾ കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കുറേയേറെ വീഡിയോസ് നമുക്ക് ചെയ്യണമെന്നുണ്ട്. എന്താ വേണം നിനക്ക്? 10 രൂപ. എന്തിനാ? ഇപ്പം തരാമെന്നാ 10 രൂപ? എന്തിനാ തരണ്ട? എൻ്റെ ഇതന്നെ ഇരിക്കട്ട്. കാര്യം പറ. 10 രൂപ എന്തിനാ ആവശ്യമില്ലാതെ? കാര്യം ഒരു ലൈസ് വാങ്ങിക്കാനാ? ലൈസ് തിന്നുണ്ടാവും. മെനഞ്ഞാന്നാ ഞാൻ നിനക്ക് വലിയൊരു കവർ ലൈസ് വാങ്ങിച്ചു തന്നെ. ലൈസ് തിന്നായിരുന്നു. അത് നമുക്ക് ആലോചിക്കാം. ഞാൻ വീഡിയോ വൈൻഡ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിനക്ക് 10 രൂപ വേണോ? അപ്പോൾ ഏത് സമയമാകുമ്പോൾ ഫുട്ബോളുമായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. അവനെ ആ ഒരു രീതിയിലോട്ട് തന്നെ വിടണം. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ മരിക്കും. ബാക്കി സ്കൂളിൽ പോകാനാണെന്നുണ്ടെങ്കിൽ വേറെ ട്യൂഷന് പോകാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെയൊക്കെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ എണീക്കാൻ വലിയ പാടാണ്. ഫുട്ബോളിനോട് എന്തോ അവന് ഭയങ്കര വലിയൊരു പ്രണയമാണ്. എൻ്റെ മോന് ഫുട്ബോളിനോടുള്ള സ്നേഹം കൊണ്ട് എനിക്കും അത് വല്ലാത്തൊരു ഇഷ്ടവും കാര്യങ്ങളും തുടങ്ങി. പിന്നെ ശനി ഞായറും ദിവസങ്ങളിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്സ് ഫുഡിൽ യങ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇവിടെ ട്രെയിനിങ്ങിന് കൊണ്ടാകുന്നുണ്ട്. വലിയ ഫീസൊന്നുമില്ല. ഏകദേശം 10-2000 രൂപ മാത്രമേ ഉള്ളൂ മാസം ഫീസ്. നമ്മുടെ കുട്ടികളെ ഒരുപാട് നല്ല ഇപ്പോൾ അവൻ കളിച്ച് വലിയൊരു ഫുട്ബോൾ കളിക്കാരനാണെന്നല്ല, അവൻ്റെ ഒരു മെൻറ്റാലിറ്റിയും മെൻ്റൽ സ്ട്രെങ്ത്തും ഫിസിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് അവന് മെച്ചപ്പെടാൻ പറ്റും, മാനസികമായിട്ടും ശാരീരികമായിട്ടും. അപ്പോൾ നമ്മുടെ കുട്ടികളെ എല്ലാവരെയും നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കളിസ്ഥലങ്ങളും ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മക്കൾക്ക് അതിനുള്ളതെന്ന് അവസരമില്ല. അപ്പോൾ ഇത് കണക്കത്തെ അക്കാഡമികളിൽ നിങ്ങളുടെ ഫുട്ബോളോ ക്രിക്കറ്റോ നിങ്ങളുടെ മക്കൾക്ക് ഏതാണ് അഫിജിറ്റിയുള്ള ഗെയിം അതിനകത്ത് ചേർത്ത് വിടുക. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഇതാണ്. പുതിയ ലേലങ്ങളും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അറിയിക്കാം. നമ്മുടെ അമ്പിയായിട്ടുള്ള യാത്രകൾ നമ്മൾ തുടരാൻ പോവുകയാണ്. അപ്പം വീണ്ടും അടുത്തൊരു ദിവസം അയ്യോ എൻ്റെ അമ്മ വണ്ടി സ്റ്റാർട്ടാവുന്നില്ലല്ലോ. ഇതെന്താ പുല്ല്? സ്റ്റാർട്ടായി. അപ്പം വണ്ടി കുറച്ച് എഞ്ചിൻ പിടിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം സ്റ്റാർട്ടാകാതെ ഇട്ടിരുന്നത് കൊണ്ട്. അപ്പം വണ്ടി ഇനി കുറച്ച് സ്റ്റാർട്ടായി കിടക്കട്ടെ. അപ്പം വീണ്ടും അടുത്തൊരു ദിവസം നിങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്.